ശരിക്കും പറഞ്ഞാൽ രസമുണ്ടല്ലേ, ഒരു വീട്ടില് രണ്ടാണ്. ഇങ്ങനെ മനസ്സിലാവും അന്നേരം നമ്മുടെ കൈമൊക്കെ കയറി പിടിക്കാള് ഇന്ന് കൂട്ടിയിട്ട് ഒരു പച്ച മരുന്ന് വെക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പിള്ളേര് മുകളിലേക്ക് നോക്കി നിൽക്കും. തുടങ്ങിയത് ഏതാനയിലായിരുന്നു? തുടങ്ങിയത് വിനയശങ്കർ എന്ന് പറയും. ഹലോ ഫ്രണ്ട്സ്, T4 ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രതീഷ് ഏട്ടൻ്റെയും കുമാരനെല്ലൂർ പുഷ്പയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ കമൻസ് ഒക്കെ വായിച്ചിരുന്നു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ 3 വർഷം മുന്നേ ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടാണ്. നമ്മൾ വീഡിയോ ചെയ്തത് അത്യാവശ്യം ഹിറ്റായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ചെറുകോൽ മഹാലക്ഷ്മി ശിവനും മഹാലക്ഷ്മി പാർവതിയും ഒരു വീട്ടിലെ 2 ആനകളാണ്. അപ്പോൾ ഇതേ പമ്പയാറിൻ്റെ തീരത്ത് 2 പേര് ഇതേ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവരുടെ വിശേഷങ്ങളാണ്. അന്നത്തെ വീഡിയോയിൽ പറയാത്ത കുറേ കഥകളായിട്ട് ശിവനും പാർവതിയും വരുവാണ്. അപ്പോൾ എല്ലാവരും കാണാം. ആദ്യം കുളിസീരായിട്ടാണ് സ്റ്റാർട്ടിങ്. 2 പേരും കുളിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചോദിക്കണോ ഇവിടെ ചോദിക്കണോ? പെണ്ണുങ്ങൾ ആദ്യം അല്ലേ, നമുക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് പോവാം. ഞാൻ പെണ്ണായതുകൊണ്ട് ആദ്യം പെണ്ണിൻ്റെ അടുത്ത് പോവാം. പാറുക്കുട്ടി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ പൊട്ടൊന്നും പോയിട്ടില്ലല്ലോ. അപ്പം വിജീഷിനെ എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഉടമസ്ഥനാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പം എങ്ങനെയുണ്ട്, പുതിയ സീസൺ തുടങ്ങാറായോ? അടുത്ത സീസൺ തുടങ്ങാനുള്ള പരിപാടികളൊക്കെയാണ്. അതെ, പരിപാടികളൊക്കെ വരുന്നുണ്ട്. ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ടായി നടക്കുന്ന കാര്യങ്ങൾ. അതെ, സ്വാമിയാണ് മാല ഇട്ടിട്ടുണ്ട്. സ്വാമിയാണ്. അതെ, മലയ്ക്കോ മാല ഇട്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തിരുവാഭരണ പാതയാണ്. നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. തിരുവാഭരണം, അയ്യപ്പൻ്റെ തിരുവാഭരണം ഇതിലേ പോകുമ്പം ശിവനും പാർവതി അല്ലെ, നിങ്ങൾ പലരും സ്റ്റാറ്റസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് തിരുവാഭരണം പോകുമ്പോൾ 2 ആനകൾ പ്രാർത്ഥിക്കുന്നൊരു വീഡിയോ ഇല്ലേ, ആ 2 ആളുകളാണ് ഇത്. ഇപ്പോൾ കുറച്ചും കൂടെ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഈ ഒരു മണ്ഡലകാല മാസത്തിൽ തന്നെ ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ പറ്റിയ വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ ചട്ടക്കാരൊക്കെ ആയിട്ട് പുതിയ സീസണാണതോ? പുതിയ ചട്ടക്കാരാണ് അവർ. ഹരി 2 ഇതിപ്പോൾ 3ാമത്തെ സീസൺ അല്ലേ? ഇത് 3ാമത്തെ സീസൺ. സനോജും 2-3 സീസണായിപ്പോൾ. ഇടയ്ക്ക് മാറി മറിഞ്ഞൊക്കെ ഇങ്ങനെ വന്നു പോയെങ്കിലും അവൻ തന്നെയാണ്. അതെ, ഇപ്പം അമ്പയാർ അടുത്തുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുളിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളം കയറുമ്പോൾ നന്നായിട്ട് ഇവിടെ കയറുന്നതാണോ അതോ? പിന്നെ 2018 വെള്ളമൊക്കെ പോസ്റ്റിന് മുകളിലുണ്ടായിരുന്നു. അതെ, ഓ ശരി. അതുകൊണ്ട് ഇവർക്കും ഇത് കുളിക്കാൻ മടിയൊന്നും കാണില്ലല്ലോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നും ഇവിടെ തന്നെ വരുന്നതുകൊണ്ടല്ലേ? അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളുടെ കുളി കഴിയുമ്പോൾ ചോദിക്കാം. അതിന് ഇടയ്ക്ക് ചോദിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്. സനോജിനോടുകൂടെ ചോദിക്കാം. സനോജ് നേരത്തെ ഈ ആനയിൽ ഉണ്ടായിരുന്നാണോ? ഉണ്ടായിരുന്നു. ആദ്യം ഏതാനയിലായിരുന്നു? ആദ്യം പാലോടുള്ളവരാനൊക്കെയായിരുന്നു. കുഞ്ഞലക്ഷ്മി പിടിയാനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിങ്ങനെ ഹരിപ്പാടാനയ്ക്ക് മലയാളപ്പുഴ ആനയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. രാജനൊക്കെ ഉണ്ടായിരുന്നു. ഓ ശരി ശരി. ഇപ്പം ഇതിൽ വന്നിട്ട് കുറച്ച് നാളായി. അതെ, 3 വർഷത്തിന് മുകളിൽ അല്ലേ? ഇവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ജോലി കഴിഞ്ഞ് ചോദിക്കാം. ഇടയ്ക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് ശിവൻ്റെ അടുത്തേക്ക് പോവാം. അല്ലെങ്കിൽ ഇവർ കുളിപ്പിക്കുന്ന സമയം നമ്മൾ കവർന്നെടുക്കരുതല്ലോ. ശിവന്റെ ഫ്രണ്ട്, ശിവന്റെ ഇതിലേ കൂടെ നോക്കുന്നു ശിവൻ. ഒന്നുമില്ല, വണ്ടിയിലിരിക്കുന്നു. അപ്പോൾ ശിവന്റെ 1ാം ചട്ടക്കാരനാണ്, ഹരി എന്നാണ് പേര്. എത്ര നാളായി കയറിയിട്ട് ആനയില്? ഞാനിപ്പോ ഇതിനൊരു 3 വർഷമായി. 3 മാസം. 3 വർഷം. ഓ, അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം കയറിയതാണ് അല്ലേ? ഓ ശരി. നേരത്തെ ഏതാനയിലായിരുന്നു? നേരത്തെ അവിടെ ശങ്കരൻകുളരായിരുന്നു. ശങ്കരൻകുളങ്ങര ഉദയനാനല്ല. അതിൽ നിന്ന് വന്നതാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ശിവൻ? ഉഷാറാണ്. അതെ, അപ്പൊ ചേട്ടന്റെ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം. ഇതെല്ലാം ഈ വീഡിയോയിൽ ഉണ്ടാവും. ചേട്ടന്റെ പേര്? ഈ ആനയില് ഒരുമിച്ചാണോ കയറിയത്? കുറച്ചായിട്ടുള്ളൂ. നേരത്തെ ഏതാനയിലായിരുന്നു? ഞാൻ പറയാൻ പിന്നെ തൃശ്ശൂര് പാലക്കാട് ആനകളായിരുന്നു ആ ഭാഗത്താണ്. അപ്പൊ നമുക്ക് ഇവരുടെ എല്ലാ വിശേഷങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എടുത്തതാണ്. അപ്പൊ ഇവരുടെ ജോലി നടക്കട്ടെ, നമുക്ക് കുളി കഴിഞ്ഞ് കാണാം.
വേറെ വഴിയായിരുന്നു. ഓഹോ, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ശിവനും പാർവതിയും ഇതേ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഈ ഫ്രെയിമും ഒക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അപ്പോൾ രാവിലെ വന്നതേ കുളിച്ച് കുരി തൊടുകയാണ്. പാറുക്കുട്ടി ദേ ഇവിടെ ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. പാറുക്കുട്ടിക്കും കുരി തൊടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോയിൽ ഇല്ലാത്ത ആളാണ് ബിബിൻ ചേട്ടൻ, ബിജീഷിൻ്റെ അനിയനാണ്. ഇവരുടെ എല്ലാവരുടെയും കൂടിയാണ് ആന നമ്മളത് പറഞ്ഞിരുന്നു. അപ്പോൾ ചേട്ടാ ഇപ്പം ഇത്തവണത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നാട്ടിലുണ്ടായിരുന്നോ അതോ? 3-3.5 വർഷമായിട്ട് നാട്ടിലുണ്ട്. 3 വർഷമായിട്ട്. അതെ, വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ശേഷമാണ് ഞാൻ വന്നത്. പാറുക്കുട്ടിയും ശിവന്റെ വിശേഷങ്ങളൊക്കെ പറയും. ഒരു കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. രണ്ടുപേരും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു. ഇപ്പോ പുതിയ പരിപാടിയൊക്കെ എടുക്കാൻ തുടങ്ങിയോ? ഡിസംബർ തൊട്ട് പരിപാടികൾ എടുക്കാൻ വേണ്ടി. കൂടുതലായിട്ടും ഏത് ഭാഗത്തൊക്കെ എടുക്കുന്നേ? ഈ പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് തന്നെയാണ് കൂടുതലും പരിപാടികൾ എടുക്കുന്നത്. പിന്നെ പാറക്കുട്ടി തൃശ്ശൂർ കുറച്ച് ദിവസം പരിപാടികൾ നേരത്തെ ബുക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തിരുവനന്തപുരം സൈഡുണ്ട്, കൊട്ടാരക്കര ആ സൈഡൊക്കെ പരിപാടികളുണ്ട്. ദേവീക്ഷേത്രങ്ങളൊക്കെ കൂടുതലുള്ള സൈഡിലോട്ടൊക്കെയാണ് കൂടുതലും നിത്യം പരിപാടികളൊക്കെ. ശീവേലി അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. പിടിയാനകൾക്ക് അങ്ങനെയാണോ അതോ? പിടിയാനയ്ക്ക് കൂടുതലായിട്ടും അങ്ങനത്തെ പരിപാടികളാണ് വരുന്നത്. ശിവനാണെങ്കിൽ തൃശ്ശൂരൊക്കെ ആയിരുന്നു കൂടുതലും പരിപാടികൾ. തൃശ്ശൂർ കഴിഞ്ഞ സീസണിൽ തൃശ്ശൂർ, പാലക്കാടൊക്കെ ആയിരുന്നു കൂടുതലും പരിപാടികൾ. ഈ പ്രാവശ്യം തുടക്കത്തിലും തൃശ്ശൂർ കാരണം ഇവരൊക്കെ തൃശ്ശൂരെ ആനപ്പണിക്കാരല്ലേ, അപ്പോൾ അവർക്കൊരു സങ്കടമാകണ്ട, അവരുടെ നാട്ടിലെടുക്കാനായിട്ട് സങ്കടമാകണ്ട വെച്ചിട്ട് തൃശ്ശൂരോട്ട് കയറുന്നുണ്ട്. പിന്നെ ജനുവരിയൊക്കെ തൊട്ട് ഇങ്ങോട്ട് കൂടുതലും പരിപാടികൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ്. കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ ആരെങ്കിലും ഇതിൻ്റെ കൂടെ സ്ഥിരമായിട്ട് കാണും. അപ്പം അച്ഛനൊരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആളുടെ ശ്രദ്ധക്കുറവ് പിന്നെ 3-3.5 വർഷം മുമ്പ് ലിവറിൻ്റെ ഒരു ചെറിയ വെയിൻ ചുരുങ്ങി അങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ആ ട്രീറ്റ്മെൻറ്റിൽ ആൾ ശ്രദ്ധിക്കാതെ അതിപ്പം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു ഇതിലോട്ട് വന്നു. അപ്പം ഞാനാണ് ലിവർ കൊടുത്ത ഡോണർ ഞാനായിരുന്നു. അപ്പം നമ്മളാണ് ഇതിൻ്റെ കൂടെ സ്ഥിരമായിട്ട് പോകാറുള്ളത്. അപ്പം അതുകൊണ്ട് എൻ്റെ യാത്ര കുറയ്ക്കാൻ വേണ്ടി ഈ പ്രാവശ്യം ഇങ്ങോട്ടൊക്കെയാണ് പരിപാടികൾ കൂടുതലായിട്ട് കൂടെ എന്തായാലും ഉണ്ടാവണമല്ലോ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ തൃശ്ശൂരോട്ട് കേറിയിട്ട് എനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാരായതുകൊണ്ട് അവർക്കല്ലേ അവരുടെ ആ ഒരു സൈഡും വേണമെന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടെയും കൂടെ സന്തോഷം. നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഓൾറെഡി അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോയിൽ അച്ഛനും അമ്മ അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വരാം. അപ്പം ആ കാര്യം കൂടെ പ്രത്യേകം പറയണം. കാര്യം അയ്യപ്പൻകുട്ടി ചേട്ടൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞേനെ, കുറേ ആധികാരികമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞേനെ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും അല്ലെ കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ കാണുക. പാറുക്കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ആ വീഡിയോയ്ക്കകത്തുണ്ട്. വെയിറ്റ് മോനെ, രണ്ടും കൂടെ മിക്സ് ചെയ്ത് തരാടാ നിനക്ക്. വെയിറ്റാ, അങ്ങനെ കൈ എടുക്കാൻ പറ്റൂല, ഞാൻ തരാം. താഴെ പോകുന്നു പകി. മതിയായോ പാറുക്കുട്ടിക്ക്? ബാക്കി ശിവന് കൊടുത്തോട്ടെ. പാറുക്കുട്ടിക്ക് അവല് കൊടുക്കുവാണേ. ഇത് അവല് മാത്രമേ ഉള്ളൂ? മാത്രമല്ലേ, വെറുതെ കുഴച്ചിട്ട് കൊടുക്കും അല്ലേ? എന്നും കൊടുക്കുവോ? ആണോ? എനിക്ക് ഇഷ്ടമാണോ അവല്? അതെ. അപ്പൊ ശർക്കര കൊടുക്കുവോ അതോ? കൊടുക്കും, അങ്ങനെ ശർക്കര ഡെയിലി കൊടുക്കില്ലായിരിക്കും അല്ലേ? ഡെയിലി കൊടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശർക്കര? ശർക്കര കുഴപ്പത്തിന്റെ അല്ല, പഴവും ശർക്കരയൊക്കെ ആഴ്ച ഡെയിലി രണ്ട് തീരെ കൊടുക്കത്തുള്ളൂ. അല്ലാത്തവർ ഡെയിലി അവല് മാത്രം. വൈകുന്നേരം ചോറ് കൊടുക്കും. വൈകിട്ട് ചോറ് കൊടുക്കും. ചോറ് പയറൊക്കെ ഇട്ടോ അതോ? അല്ല, ചോറും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ഉള്ളൂ. ഉപ്പ് കൊടുക്കുവാനൊക്കെ അല്ലേ? അപ്പൊ ഇത് എത്ര കിലോ അവലോ ഒരു നേരം കൊടുക്കുന്നത്? ഇത് 5. ഒരാനക്ക് 5 കിലോ. ശരി. ചോറൊക്കെ ആണെങ്കിലോ? ചോറ് 5 കിലോ അരി രണ്ടുപേർക്കും കൂടെ. അവല് ചവച്ചരച്ചാണോ പാറുക്കുട്ടി കഴിക്കുന്നത്?
ശരിക്കും പറഞ്ഞാൽ രസമുണ്ടല്ലേ, ഒരു വീട്ടിൽ രണ്ടാന. ഈ നാട്ടുകാർക്കൊക്കെ ആണെന്നുണ്ടല്ലോ എല്ലാ ദിവസവും കാണുന്നതായോണ്ടായിരിക്കും എല്ലാവരും വണ്ടിയൊക്കെ ഒതുക്കി നിർത്തി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആരും ആദ്യം പോകുന്നത് പാറുക്കുട്ടി സ്പീഡിൽ പോകുന്നുണ്ട്. ഇവർ ഇച്ചിരി പതുങ്ങിയാണ് പോണത്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു, ഇങ്ങനെ റീൽസ് എടുക്കണേ സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ വരണം. എല്ലായിടത്തും കുറേ കൊമ്പന്മാരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലൊരു കൊമ്പനെ ഒരു പിടിയല്ലേ, അതും എടുക്കണേ എനിക്ക് തോന്നുന്നു ചെറുകോല് തന്നെ വരണം. അതെ, വെറൈറ്റിയാണ് നമ്മൾ ചെയ്ത. എന്താണ് പറഞ്ഞത്? എല്ലാം വെറൈറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ശിവനും പാർവതിയും തമ്മിൽ നല്ല ബോണ്ടാണ് അല്ല, ഇവര് തമ്മിലും അങ്ങനെ നല്ലൊരു ബോണ്ടല്ലേ? രണ്ടുപേരും ആ രീതിയിൽ തന്നെയാണ്. ഇവരെങ്ങനെയാണ് ഇവര് തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാകും? വിഷയങ്ങളൊന്നുമില്ല, രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ്. ഇപ്പൊ പാറുക്കുട്ടിക്ക് ഒരാൾ ബിസ്ക്കറ്റ് കൊടുക്കുന്ന വേണ്ട, ശിവൻ അത് ഒരു ചെറിയ ഇതാണ്. പാറുക്കുട്ടിക്ക് ഇപ്പൊ ശിവന് കൊടുത്തിട്ട് പാറുവിന് കൊടുക്കാതിരുന്നാൽ ചെറിയ കുശുമ്പുള്ള ആളാണ്. ശിവൻ എങ്ങനെയാണ്? ശിവൻ അങ്ങനെയുള്ള വിഷയങ്ങൾ അധികമില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ട്. അതെ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അത് രണ്ടുപേർക്കും ഒരുപോലെ കൊടുക്കണമല്ലോ. ഒരുപോലെ കൊടുക്കണം, അതൊരു ഇതാണ്. ഇച്ചിരി കുശുമ്പ് കൂടുതൽ ആർക്ക്? പാറുക്കുട്ടിക്കാണ്. തീർച്ചയായിട്ടും പെണ്ണുങ്ങൾക്ക് കുശുമ്പാണെന്നാണ്. പാറുക്കുട്ടി ഒരു കുശുമ്പിയാണ്. കാരണം ഇപ്പൊ നമ്മള് ചോറാണേലും കൊടുക്കാൻ വേണ്ടി കൊണ്ടുവച്ച് രണ്ടുപേർക്കും കൂടി ഇവക്ക് കൊടുക്കാൻ കൊണ്ടുവച്ചിട്ട് അതിൽ നിന്ന് ഒരു രണ്ടുപേരിലേക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു നോട്ടമൊക്കെ ഉണ്ട്. അത് അവര് കൊടുത്തു, അതെ അവന് കൊടുത്തു എന്നുള്ള രീതിയിൽ. എന്റേതാണല്ലോ കൊടുക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു കുശുമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പാറുക്കുട്ടിയുടെ കൂടി പരിപാടി എടുക്കാൻ നിങ്ങൾക്കാണെങ്കിലും പോയാൽ മതി അല്ലേ? കുഴപ്പമില്ല. പാറുക്കുട്ടിക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. പിന്നെ പുള്ളിക്കാരിക്ക് അവരുടെ ചെറിയ പിടിവാശിയൊക്കെ പിടിച്ചാൽ അതൊരു പിടിവാശിയാ. പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ട് ഇച്ചിരി സമയം എടുക്കുമെന്നു അന്ന് പുള്ളിക്കാരൊന്ന് നോർമലാകാൻ വേണ്ടി. അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല. പക്ഷെ എല്ലാവരും പറയാറുണ്ട് പെണ്ണുങ്ങളുടെ വാശി പോലെ. ഇപ്പൊ പുഷ്പയുടെ വീഡിയോയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു ചെറിയൊരു വാശി ഉണ്ടെന്ന്. അതുപോലെ തന്നെ പാറുക്കുട്ടിക്കും ഉണ്ട് അല്ലേ? ശിവന്റെ ചട്ടക്കാരനാണെങ്കിലും പാറുക്കുട്ടിയുടെ അടുത്തൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, നമുക്ക് പോയി കാര്യങ്ങളൊക്കെ നടത്താം. അങ്ങനെ കലാപം കാര്യങ്ങളൊന്നുമില്ല. രണ്ടുപേരും ഓക്കെയാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരാളാണെങ്കിലും മതി രണ്ടുപേരുടെ കാര്യം നോക്കാം. പരിപാടിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് രണ്ടും കൂടി പോകാൻ പറ്റില്ലല്ലോ. അല്ലാത്തവളാണെന്നെ കാര്യം നോക്കാം. അല്ലാതെ എവിടെ ഉള്ളപ്പോ നമ്മൾ തന്നെ കുഴപ്പമില്ലാണ്ട് തന്നെ പോവാം. ഇപ്പം ശിവനാണോ ഒരു പിടിവാശിക്കാരൻ, പാറുക്കുട്ടിയാണോ? അങ്ങനെ ചോദിച്ചാ അങ്ങനെ ചോദിച്ചാൽ രണ്ടാൾക്ക് ചെറിയ ചെറിയ വാശികളൊക്കെ ഉണ്ട്. എന്തായാലും കൂടുതൽ പാവം ശിവനാനെയാണ്. അത് എനിക്കും ഏറ്റവും ഇഷ്ടം എന്താന്ന് അറിഞ്ഞുകൂടാ, ശിവനോടാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു സാധനം ഇപ്പൊ തിന്നാൻ കൊണ്ടുവന്നാലും പിടിച്ചാലും പുള്ളിക്ക് അറിയാം പുള്ളിക്കുള്ള സാധനമാണ് കിട്ടുന്നത്. ക്ഷമയുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്ക് അതില്ല. അതങ്ങനെ കിട്ടി തീരുന്നവരെ അല്ലാണ്ട് പുള്ളിക്ക് ക്ഷമയില്ല. തിക്കം തിരക്കും തിരുവാതിരയാണ് അങ്ങനെ ചെറിയ കുഴപ്പമില്ല. പുള്ളിക്കറിയാം പുള്ളിക്കുള്ള സാധനങ്ങൾ നമുക്ക് ആള് കറക്റ്റായിട്ട് അറിയാം. നമുക്കുള്ള സാധനങ്ങൾ ആൾ കൊണ്ട് തരും അങ്ങനെ. പക്ഷെ പുള്ളിക്കാരി അങ്ങനെയല്ല, അതൊക്കെ ചെറിയ 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 കാര്യങ്ങൾ അങ്ങനെ. പല ആനകൾക്കും ചില ആനകൾക്ക് ഇഷ്ടക്കേടുണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ചില പിള്ളേരെ ഇഷ്ടമല്ല, പെണ്ണുങ്ങളെ ഇഷ്ടമല്ല എന്നൊക്കെ പറയാറുണ്ട്. ഈ പാറുക്കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാറുക്കുട്ടിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇപ്പം ആരുമില്ലെങ്കിലും വീട്ടിൽ വന്നാൽ തന്നെ അമ്മ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുള്ളൂ. അങ്ങനത്തെ ഒരു അത് വന്ന കാലം മുതലേ അവൾക്ക് അങ്ങനെയാണ്. പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ മോൾ, അവൾ ഇപ്പോൾ പഠിക്കാനൊക്കെ പോയതുകൊണ്ടാണ് അവൾ അധികം ഇങ്ങനെ അടിക്കാത്തത്. അന്ന് കൊച്ചിലെ അവൾ ആന വരുന്ന സമയത്ത് തീരെ പൊടിയാണ്, കൊച്ചു കുഞ്ഞാണ്. അപ്പോൾ അവൾ ഒറ്റയ്ക്കൊക്കെ പോയി ശർക്കര കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞാണേലും ഇപ്പം 2.5 വയസ്സാകുന്നേ ഉള്ളൂ. അവൾ പോലും ചെന്നടുത്ത് ചെന്നാൽ അങ്ങനെയുള്ള വിഷയങ്ങളുള്ള ആളൊന്നുമല്ല. അങ്ങനെ ഒരു അങ്ങനെ സ്ത്രീകളോടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഇല്ല. പിന്നെ പൊതുവെ ആരോടാണേലും ഒരു പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് ഒരു 2 ദിവസമൊക്കെ ഒന്ന് അടുത്ത് കൂടി എന്നൊക്കെ ചെയ്യാമെങ്കിൽ വിളിച്ചാൽ കൂടെ പോരും. ആ ഒരു ടൈപ്പ് ആളാണ്. ബിസ്ക്കറ്റ് കൊടുത്ത് വിളിച്ചോണ്ട് പോകാൻ പറ്റിയ പെണ്ണാണ്. ഈ പറഞ്ഞിട്ട് ആഹാരം കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് അതൊരു ഇതാണ്. ആഹാരം കൊണ്ടുവന്ന് ഇപ്പോൾ ബിസ്ക്കറ്റ് നിങ്ങൾ തന്നെ ഇപ്പോൾ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് കണ്ടില്ലേ, അടങ്ങി നിൽക്കുന്ന ഒരു ഇതില്ല. ആഹാരത്തിനോട് ഭയങ്കര ഇതുള്ള അതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും പൊതുവില്ല. അപ്പോൾ ഒന്ന് കണ്ണടച്ച് കാണിച്ചാൽ കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന തീർച്ചയായിട്ടും. അപ്പോൾ ശിവൻ്റെ 1ാം ചട്ടക്കാരനാണ് ഹരിചേട്ടൻ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അല്ലെ ആനെ കുളിപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ശിവനിൽ വന്നിട്ട് ഇപ്പൊ 3 വർഷമായിരുന്നു. എങ്ങനെയുണ്ട് ആള്? കുഴപ്പമൊന്നുമില്ല, പിന്നെ ചെറിയ ഇണക്കങ്ങളായിട്ട് ഞങ്ങൾ തട്ടിമുട്ടി പോണു. അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ ഒത്തിരി പരിപാടി എടുത്തിരുന്നോ? എടുത്തായിരുന്നു, 100-ന്റെ അടുത്ത് എടുത്തിരുന്നു. ഇത്തവണ നിങ്ങൾക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് ശിവരെ കൊണ്ടുപോകണം എന്ന് പറയുന്ന കേട്ടു. പോണം, പ്രാവശ്യം കുറേ പോയിട്ട്. ചേട്ടന്റെ നാട് എവിടെയാണ്?
ചാലക്കുടിക്കാരനാണ്, മണിച്ചേട്ടന്റെ നാട്ടുകാരനാണ്. അതെ. അപ്പൊ നാടൻപാട്ട് പാടുവോ? ഇല്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഒരു വന്നപ്പോ തൊട്ട് നല്ല ജോളിയായിട്ടുള്ള ഒരു ചട്ടക്കാരനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ആനയോടും അതെ ഭയങ്കര ചിരിച്ചോടൊക്കെയാണ് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും ആനയ്ക്ക് ചിരി വരുന്നുണ്ടെന്ന്. ഒന്നാമത് തൃശ്ശൂർ ലാംഗ്വേജ് പറയുന്നത് നമ്മുടെ നാട്ടുകാർ കേൾക്കുമ്പോൾ നമുക്കൊരു ചിരി വരുമല്ലോ. ചിരി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, രസം തോന്നൂല. അവരുടെ ഒരു ഒഴുക്കോടുള്ള സംസാരം അങ്ങനെയാണ്. അത് ആനയ്ക്ക് മനസ്സിലാവോ? അതെ അതെ. തുമ്പിക്ക അടിച്ചു. ആനപ്പണി തുടങ്ങിയത് ഏത് ആനയിലായിരുന്നു? ആനപ്പണി തുടങ്ങി ബാസ്റ്റിന്റെ വിനയേന്ദ്രൻ എന്ന് ആനയ്ക്കുന്നു. അവിടെ നിന്ന് തുടങ്ങി അവരെ സുന്ദരാന അങ്ങനെ അങ്ങനെ മാറി മാറി. എത്ര നാളായി തുടങ്ങിയിട്ട്? 10-14 കൊല്ലായി. അതെ. ബാസ്റ്റിൻ വിനയശങ്കർ ആയിരുന്നു? വിനയചന്ദ്രൻ. ആളും ആശാനാണ്. അതെ. രണ്ടാം ചേട്ടന്റെ പേര് വിപിൻ ചേട്ടൻ. ആശാനാണ്. പുള്ളി നമ്മുടെ ആശാനാണ്. ആളാണ് ആദ്യമായിട്ട് നമ്മൾ ഈ പണിക്ക് ഇറക്കണം. ആദ്യം കയറിയത് ആനയിലായിരുന്നു? ആദ്യം പിന്നെ അവിടെ തൃശ്ശൂർ ഭാഗത്തുള്ള ആനകളിലായിരുന്നോ? കൂടുതലും അതായിരുന്നു. പിന്നെ അവിടെ നിന്ന് ശങ്കരൻകുളങ്ങരയിലുണ്ടായിരുന്നു, പാറമേക്കാവിലുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് മാറി പിന്നെ കുറച്ച് ആള് തമിഴ്നാട്ടിലായിരുന്നു, മധുരയില്. അതെ. തമിഴ്നാട്ടിലെ ആനകൾ ഏതൊക്കെ ആനയായിരുന്നു? അവിടെ TVS കമ്പനിയിൽ നിൽക്കണ്ടായിരുന്ന ഒരു ലീസിന് എടുത്തിട്ട് മധുര മീനാക്ഷി അമ്പലത്തിന്റെ അടുത്ത് ഒരു പ്രൈവറ്റ് ആള് 2 ആന ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ TVS ലീസിന് കൊണ്ടുപോയപ്പോ ഞാനും കൂടെ പോയെ. അമ്പലത്തിൽ നിന്ന് ആനയാണോ? അമ്പലത്തിലെ പ്രൈവറ്റ് ആയിരുന്നു അവര്. മറ്റേ ഈ വന്താര ഫാമില് അംബാനിയുടെ അതേപോലെ ഇപ്പൊ ഒരു TVS ആനകളെ അവിടുത്തെ പ്രൈവറ്റ് ആനകളെ എടുത്തിട്ട് അവര് ഇതേപോലെ ഒരു പാർക്ക് പോലെ തുടങ്ങാനുള്ള പരിപാടിക്ക് ഒരു ക്യാമ്പ് പോലെയാണ് അവിടെ. അപ്പൊ അങ്ങനെ നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ക്യാമ്പ് പോയിട്ടുണ്ടായിരുന്നു. ഒരു 1.5 വർഷത്തോളം അവിടെ ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ പോലെയാണോ ആനപ്പണി അവിടെ? അവിടെ ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെ നിന്ന് ചെങ്ങലൊന്നും ഇടാൻ പറ്റില്ല. എനിക്ക് ഫുൾ അയച്ചു വിട്ടിട്ടുള്ള പരിപാടിയാണ്. ചെങ്ങല കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ തോട്ടി നമ്മളവിടുത്തെ പോലത്തെ തോട്ടി കാര്യങ്ങളൊന്നും ഇല്ല. ആകെ ഒരു വടി, ചൂരലിന്റെ ഒരു വടി ഉണ്ടാവും. അത് തന്നെ അതേ ഉള്ളൂ. എന്തെങ്കിലും ആന തെറ്റോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനത്തെ വലിയ കുഴപ്പമുള്ള ആനകളൊന്നും ഇല്ല. കംപ്ലീറ്റും പിടിയാന. നമ്മുടെ പോലെ കൊമ്പന്മാരില്ല. ഫോറസ്റ്റ് ഏരിയയിലേ ഉള്ളൂ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പനാനെ കൊണ്ട് അവിടെ പരിപാടി എടുക്കാൻ പറ്റില്ല. അതെന്ന് കേരളത്തിൽ നിന്ന് അങ്ങാണ്ട് കുറച്ച് നാൾ മുമ്പ് അങ്ങാണ്ട് ഒരു ആന പോയി കുറച്ച് വിഷയം കാര്യങ്ങളൊക്കെ ആയ പിന്നെ കൊമ്പനാന അവിടെ പരിപാടി നിർത്തി. പിന്നെ പിടിയാനകളാണ് കൂടുതൽ അലൗഡ് ഉള്ളു അവിടെ. ആനപ്പണിയും വ്യത്യാസമുണ്ട്. ആനപ്പണിയും വ്യത്യാസം. അപ്പൊ ഈ തമിഴിൽ ആനയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? തമിഴ് നമ്മൾ ഇവിടുത്തെ മലയാള ഭാഷ തന്നെ നമ്മൾ പറയണേ. അവരുടെ ഭാഷ എന്ന് വെച്ചാൽ നമുക്ക് പിടുത്തം കിട്ടില്ല. മനസ്സിലാവും. കൂടുതൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ആനകൾ തന്നെയാണ് അവിടെ കൂടുതൽ മനസ്സിലാവും. പിന്നെ കുറച്ച് മേക്കപ്പ് ഒക്കെ കൂടുതലായിരിക്കും. അതുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ എന്റെ പൊന്നു ഒരു പെട്ടി ചോക്ക് വേണം. സിമ്പിൾ പരിപാടി ടാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അവിടെ അങ്ങനെയല്ല. അവിടെ ഒരു ദിവസം വേണം കുറി വെച്ചെടുക്കാൻ. അതേപോലെയാണ്. ചോക്ക് വെച്ചിട്ട് അതോ അവിടെ ശ്രീരാമന്റെ അമ്പലമുണ്ട്, അതുപോലെ തന്നെ ഓരോ ഭഗവതിയുടെ അമ്പലമുണ്ട്. അപ്പൊ അവിടെ ഓരോ ദിവസം നമുക്ക് ഓരോ അമ്പലത്തേക്ക് ഡ്യൂട്ടിയാണ് അവിടെ കൊണ്ട് തൊഴിക്കാനായിട്ട്. അവിടെ കൊണ്ട് തൊഴിക്കുന്ന സമയത്ത് ആ അമ്പലത്തിൽ പറയണ പോലെ കുറി വരയ്ക്കണം. രാമം, പട്ട അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട്. കുറിയുടെ പേരാണോ? കുറിയുടെ അത് വരയ്ക്കണം നമ്മള്. കുറച്ച് ടാസ്ക്കാണ്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരൻ മുഖാന്തരം ഇപ്പൊ ഇതിന് വന്ന് ചാർജ് എടുത്ത് അങ്ങനെ 3 വർഷം ആളുടെ കൂടെയാണ്. അതെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ അമ്മയുടെ അമ്മ മാത്രമേ ഉള്ളൂ. അതെ. കല്യാണം കഴിഞ്ഞിട്ടില്ല. ആനക്കാരനായതുകൊണ്ട് പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ടോ? അതൊക്കെ ഉണ്ട്. ഇടയ്ക്കും തലക്കൊക്കെ നാളെ വരുന്നുണ്ട്. പോകുന്നു. നല്ലൊരു സീസൺ വേണ്ടി തയ്യാറെടുക്കുന്നു അല്ലേ? ഈ തവണ പരിപാടി എടുത്ത് തുടങ്ങിയോ? പരിപാടി ഇപ്പൊ നമ്മളൊരു 5-8 കഴിഞ്ഞു. ഞങ്ങള് ഇവിടെ ചെങ്ങന്നൂർ അമ്പലത്തിലെ പരിപാടി ഉണ്ടായിരുന്നു, ആറന്മുള ഉണ്ടായിരുന്നു. അങ്ങനെ 5-6 പരിപാടി കഴിഞ്ഞു. ഇനി മെല്ലെ അടുത്ത മാസം തൊട്ട് അയ്യപ്പമ്മൾക്കും കാര്യങ്ങളൊക്കെ കവറായില്ല. അങ്ങനെ മെല്ലെ എടുത്ത് പരിപാടിയായിട്ട് പോകണം. അപ്പം 2ാം ചട്ടക്കാരനാണ് വിപിൻ ചേട്ടൻ. ചേട്ടന്റെ പേരെങ്ങനെയാ പറഞ്ഞത്? എന്നെ വിളിക്കണത് കണ്ണെന്നാണ് വിളിക്കുന്നത്. കണ്ണൻ ചേട്ടൻ. ഓക്കെ. അപ്പൊ എത്ര നാളെ ഇവര് ഒരുമിച്ചാണ് നിങ്ങൾ വന്നേ? അല്ലല്ല, ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു മാസം ആവണം. അത്രേ ആയിട്ടുള്ളൂ. ആശാനാണെന്ന് പറഞ്ഞു. ഹരിചേട്ടൻ ആശാനാണെന്ന്. അവന്റെ വീടിന്റെ ഭാഗത്ത് നമ്മളൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു ആനയെ കൊണ്ട്. നമ്മള് വെട്ടത്ത് ഗോപികണെന്ന് ആനക്കുട്ടി. അപ്പൊ ആ ആനക്കുട്ടിയെ കൊണ്ട് പോയപ്പോ അവൻ അങ്ങനെ വന്നു. ആന എന്നെ തൊടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് തൊടിയിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അവന് ആനയുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അന്നൊക്കെ പഠിക്കുന്ന കാലല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു മോനെ ഇപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങേണ്ട ഇന്നപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കി. എന്നാൽ ഈ ആനപ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോവാത്തൊരു സാധനമാണ്. അപ്പോൾ അത് അങ്ങനെ അവൻ ഈ ഫീൽഡിൽ അങ്ങനെ ഇറങ്ങിയത്.
അവൻ ആദ്യമായിട്ട് ഇറങ്ങുന്നത് വിനേന്ദ്രൻ ആനയ്ക്കാന്ന്. പറഞ്ഞു. ചേട്ടന്റെ നാട് എവിടെയാണ്? എൻ്റെ വീട് തൃശ്ശൂർ. തൃശ്ശൂർ പ്രോപ്പർ തൃശ്ശൂർ പുതുക്കാടാണ്. പുതുക്കാടാണ്. അപ്പൊ ശരിക്കും ആനപ്രേമികളുടെ നാടാണ്. ഒരു പാപ്പാനായത് എങ്ങനെയാ അതിന് ചോദിക്കേണ്ട ആവശ്യമില്ല. പൂരപ്പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൂരപ്പറമ്പ് കഴിഞ്ഞിട്ടുള്ളൂ. തൃശ്ശൂർ ഭാഗത്തെ പൂരപ്പറമ്പാണ് പൂരപ്പറമ്പ്. എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്കൊക്കെ ഉത്സവങ്ങളും കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടില് പെരുന്നാളിന് ആനയുണ്ട്, നേർച്ചയ്ക്ക് ആനയുണ്ട്, അതുപോലെ തന്നെ പൂരം. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ തൃശ്ശൂർ പൂരമാണ്. ജാതി മത വ്യത്യാസമില്ലാത്ത ആനയുണ്ട്. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ പഴഞ്ഞിപ്പള്ളി പെരുന്നാളായാലും ശരി, അടുപ്പൂട്ടി പെരുന്നാളായാലും ശരി, ഒരു 10-62 ആന 70 ആനയോളം അടുത്ത് അവിടെ പരിപാടിക്ക് വരും. പിന്നെ പൂരാണെങ്കിലും നല്ല പാറമക്കാവ്, തിരുവമ്പാടി നല്ല സ്ഥലങ്ങളാണല്ലോ. അത് നല്ല ദേവസ്വങ്ങളും കാര്യങ്ങളാണ്. ഞാൻ പാറമക്കാവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, തിരുവമ്പാടിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ കൊളരിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുവിധ ദിവസങ്ങളിലൊക്കെ ഞാൻ പണിയെടുത്ത ആനക്കാരനാണ്. എന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ട ചേട്ടന്മാരാണ്. നമ്മൾ സുരേന്ദ്രേട്ടനായാലും സതീഷ് ഏമാനായാലും ഒക്കെ നല്ല നമ്മളെ അത്യാവശ്യം നമ്മളെ അറിയണതും ആനപ്രേമികളുടെ ശരിക്കും നാടാണ് തൃശ്ശൂർ. തുടങ്ങിയത് ഏതാനയിലായിരുന്നു? തുടങ്ങിയത് വിനയശങ്കർ എന്ന് പറയും. ഓ, ഞാൻ പഠിക്കുന്ന കാലത്ത്, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ റൂമിൽ ആകെ ഒരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ബാസ്റ്റിൻ വിനയശങ്കറാണ്. ഞാൻ ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചുള്ളിപ്പറമ്പിൽ സൂര്യനാന, അതുപോലെ തന്നെ തെച്ചിക്കോട്ട് രാമേന്ദ്രനാന, നല്ല നല്ല ആനകൾ, വലിയ വലിയ ആനകൾ നിൽക്കണയുടെ ഇടയിൽ നല്ലൊരു ഇടം പിടിച്ചൊരു ആനയാണ് ബാസ്റ്റിൻ വിനയശങ്കർ ആന. എന്ന് വെച്ചാൽ അങ്ങനെ ആന നിൽക്കുമായിരുന്നു. നിലവിലായാലും അളവിലായാണെങ്കിലും ബാസ്റ്റിൻ വിനയശങ്കർ ആന എന്ന് പറഞ്ഞാൽ നല്ലൊരു ആനയാണ്. എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഫോട്ടോ ഒക്കെ വെച്ചിരുന്ന ഒരു സമയത്ത് ഒരു ദിവസം രാവിലെ പത്രത്തിൽ വന്നപ്പോൾ കണ്ടൊരു ഫോട്ടോ വിനയശങ്കർ ലോറി കുത്തിപ്പോകുന്നതാണ്. അതാണ് അത് ശങ്കരകുളാര അമ്പലത്തിൽ. ആ സമയത്തൊക്കെ നമ്മൾ ആനക്കുണ്ട് വീട്ടിലായിരുന്നു. ഞാനന്ന് പഠിച്ചോണ്ടിരുന്ന സമയം. അപ്പൊ അന്ന് വീട്ടുകാർ എന്നോട് ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ദേ ഈ ഫോട്ടോ നോക്കിയിട്ടിരിക്കുന്ന ആനയാണ് ലോറി കുത്തിപ്പോക്കിയിരിക്കുന്നത്. ആ ഒരു ആനയിലുള്ള അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരം കുംഭമാണ് ആനയുടെ സമയം, ടൈം. ആ ടൈമിൽ ആനകളെ നോക്കി കണ്ട് കൈകാര്യം ചെയ്യണം. അതാണ് ആനയുടെ ഏറ്റവും വലിയൊരു. പിന്നെ എന്ന് പറഞ്ഞാൽ ആന നല്ല നിലവിലും അളവിലുള്ള ഒരു ആനയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എടുപ്പും തലയെടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആനയെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ തെച്ചിക്കോട്ട് ആനയാണെന്നുണ്ടെങ്കിലും ഒരുവിധം ആനകൾ അത് ഞാൻ തെച്ചിക്കോട്ട് ആനയിലേക്ക് നിന്നിട്ടുണ്ട്. ഞാൻ രാമേട്ടൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, ഷിബുകാരൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു ആനയാണ് ആന പറയാനൊന്നുമില്ല. നല്ലൊരു ഗജവീരൻ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഞങ്ങളുടെ ജനറേഷനിലുള്ള ആൾക്കാരല്ല, അത് കഴിഞ്ഞുള്ള ഓർത്തിരിക്കുന്ന ഒരു ആനയാണ് ബാസ്റ്റിൻ വിനയശങ്കർ. പിന്നെ അത് കഴിഞ്ഞ ഏതാനയിലായിരുന്നു? അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ആനകൾ ഇങ്ങനെ മാറി 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 ഇപ്പോൾ ഒളരിക്കര കാളിദാസൻ ആനയ്ക്ക് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവാണിക്കാവ് ആനയ്ക്ക് നിന്നിട്ടുണ്ട്. ഒളരിക്കര കാളിദാസൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വൻ നഷ്ടമാണല്ലേ ആന കേരളത്തിൽ. അത് ആ ആനയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനൊന്നുമില്ല. നമുക്ക് ആ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു 3 കൊല്ലത്തോളം നിന്നൊരു ആനയാണ് ഒളരിക്കര കാളിദാസൻ ആന. നല്ലൊരു ആന എന്ന് പറഞ്ഞാൽ നല്ലൊരു നാടൻ ആന. നിലമ്പൂർ കാട്ടിൽ ആന ഒഴുകി വന്നിട്ട് ഇങ്ങനെ പുഴയിൽ ഒഴുകി വന്നിട്ട് കിട്ടിയ ഒരു ആനയാണ് ആന. ആദ്യം സർക്കസിലായിരുന്നു കിട്ടിയത്. പിന്നെ സർക്കസുകാർ പിന്നെ ആന പിന്നെ പുറമേക്ക് പോയി. പിന്നെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പിന്നെ വളരെ അമ്പലത്തിൽ വന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയെ പറിച്ച് ഒന്നും വർണ്ണിക്കാനില്ല. എന്ന് കഴിഞ്ഞാൽ എന്തിനും ഒരു പേടിയില്ല ആനയ്ക്ക്. ഒന്നിനും ഒരു പേടിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ആന. എന്ന് അതൊക്കെ പറയുമ്പോൾ കോരിത്തിരിക്കുക. ആ ആനയെ സംബന്ധിച്ച് അങ്ങനെയാണ് ആന. അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ആനയാണ്. അത് തീരെ നഷ്ടമാണ് നമുക്ക്. ശരിക്കും ഒരു ചെറിയ പ്രായത്തിലല്ലേ ഒന്നിന്റെ മുന്നിൽ മുട്ടുമടക്കാത്തൊരു ആന. അതൊരു ആനയാണ്. അത് അങ്ങനെ ഒരു ആന പറഞ്ഞാൽ ആനകളെ കുത്തും, സകല പരിപാടികളുണ്ട് ആനയുടെ കയ്യിൽ. അന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഞങ്ങളൊരു 108 പരിപാടി ഒരു സീസൺ, പിറ്റത്തെ സീസൺ ഒരു 98 പരിപാടി, അത്രയും പരിപാടികൾ എടുത്തിരുന്ന ഒരു ആനയാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷിഫ്റ്റ് അടിച്ച് വരെ പരിപാടി എടുത്തിട്ടുണ്ട് ആനയെ കൊണ്ട്. ശിവരാത്രിക്കൊക്കെ പൂരത്തിന് അവിടെ പോയി തിരിച്ച് അവിടെ എഴുന്നള്ളിച്ച് പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടൊരു കാലഘട്ടമായിരുന്നു അത്. പിന്നെ ആന ഓരോ ആൾക്കാർ മാറുന്നതനുസരിച്ച് ആനകളുടെ സ്വഭാവങ്ങളും മാറില്ല. അത് കഴിഞ്ഞ് പിന്നെ രാമനിൽ വന്നു. രാമനാനയ്ക്ക് വന്നു. രാമനാനയ്ക്ക് ഷിബുകാരൻ്റെ കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാമേട്ടൻ്റെ കൂടെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ നിൽക്കുന്നതാണ് പാറമേക്കാവിൽ അയ്യപ്പനാണ്. രാമനിലേക്ക് വന്നതുകൊണ്ട് രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർക്കാരൊരു വികാരമാണ് രാമൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറയാനൊരു അഭിമാനം എന്ന് പറയാന്നുണ്ടെങ്കിൽ തന്നെ രാമൻ നമ്മളൊരു നാട്ടുകാരനാണ്. രാമൻ്റെ ഒരു നാട്ടുകാരനാണ്, തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ അതിനും വലിയൊരു അവാർഡ് കിട്ടാൻ അതാണ് രാമൻ്റെ ഒരു പവർ. അത് കഴിഞ്ഞാൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും പവറാണ് ആനവൻ. അത് ഒരു കമ്മിറ്റി സ്ഥലത്ത് കയറി ചെന്നാലും
ഒരു പൂരപ്പറമ്പിൽ കയറി ചെന്നാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ 4 പേർക്ക് 4 പേര് അംഗീകരിക്കുന്ന ഒരു പൂരപ്പറമ്പാണ്. ഒരു മമ്മൂട്ടി അല്ലേ മോഹൻലാലിന്റെ കൂടെ ഫാൻസ് കാര്യങ്ങള്. അതെ, അത് കിട്ടും രാമന്റെ അടുത്ത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വിശേഷം പറയാൻ ഞാൻ പാറമേക്കാവ് അയ്യപ്പനാണ്. അയ്യപ്പനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആനയാണ്. അധികം ആരും അങ്ങനെ അറിയാത്തൊരു ആനയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ആനക്കുട്ടി, ഇരുത്തം വന്നൊരു ആനക്കുട്ടി. അതെന്ന് കഴിഞ്ഞാൽ അയ്യമ്മ പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവമാണത്. ഞാൻ ആന സീസണിൽ ഒരു 60-65 പരിപാടി എടുക്കും. അതും നല്ല രീതിയിലുള്ള പരിപാടികൾ. ഞാൻ അത്യാവശ്യം ഇച്ചിരി അലമ്പില്ലാത്ത ആനകളില്ല. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അലമ്പില്ലാത്ത ആനകളില്ല. അല്ലാതും അത്യാവശ്യം കയ്യിലിരിപ്പുള്ള ആനകളൊക്കെ തന്നെ. എന്നാലും അതൊരു നല്ലൊരു മുതലാണ്. ഒരു ആനക്കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആനക്കുട്ടിയാണ്. ഭയങ്കര ഇഷ്ടമുള്ള ആനക്കുട്ടിയാണ്. അത് കഴിഞ്ഞാണോ ശിവനിലേക്ക് വന്നത്? അത് കഴിഞ്ഞ് മറ്റേ എന്താ പറയാ ശ്രീകൃഷ്ണപുരം വിജയ് എന്ന് പറഞ്ഞൊരു ആനക്കുട്ടി, ടീച്ചർ സാറിന്റെ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു ആനയാണ്. അത് മക്കൾക്ക് പോലും അത്ര പ്രാധാന്യമില്ല. അത് ആനയ്ക്ക് കൊടുക്കണത് കുത്തരി, മക്കൾക്ക് കൊടുക്കണത് പീഡിയരി എന്ന് പറഞ്ഞ പോലെ പരിപാടിയാണ് ഇത് ടീച്ചറുടെ അവിടെ. അത് ഞാൻ നല്ലൊരു ടീച്ചറായാലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവിടുത്തെ നല്ലൊരു ആണ്. ആനയും കുഴപ്പമില്ല, ആനയും നല്ലൊരു ആന. മറ്റേ ഇവിടെ നിന്ന് കടലിൽ കടന്നു വന്നൊരു ആനയാണത്. ഇവിടെ എന്താ പറയാ ആന്തമാനിന്ന് അവര് മേടിച്ചു കൊണ്ടുവന്ന ഒരു ആനയാണ്. നല്ലൊരു ആനക്കുട്ടിയാണ്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയാണ്. പിന്നെയാണ് ഇവിടേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും ആനകളും തൃശ്ശൂർ പാലക്കാട് സൈഡിലുള്ള ആനകളായിരുന്നു. പിന്നെ ഞങ്ങള് തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഈ ആന കൊണ്ടു നിർത്തുന്ന അബിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അബിച്ചേട്ടൻ്റെ പറമ്പിലാണ് ഈ ആന, ഈ 2 ആനയും അവിടെയാണ് തൃശ്ശൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിൽക്കുക. ബിബിൻ ചേട്ടനായാലും എന്നെ പരിചയപ്പെടുത്തുന്നത് അബി എന്ന് പറഞ്ഞ അഭിലാഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. അഭിലാഷേട്ടൻ്റെ പറമ്പിലാണ് നമ്മൾ ആന കൊണ്ട് നിർത്തുന്നത്. ആള് നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു വ്യക്തിയാണെങ്കിൽ നമ്മളെ കൂടെ അല്ല എന്ത് കാര്യത്തിൽ നിൽക്കും. ഞാൻ ബിബിൻ ചേട്ടനായാലും നമ്മളായാലും അത് അഭിലാഷ് ചേട്ടനായാലും ആളുടെ പറമ്പിലാണ് ആന കൊണ്ടെടുത്തത്. വൃത്തിയായിട്ട് കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലമൊക്കെ മറ്റേ പാലക്കാട് നിന്ന് വിറ്റ് വന്നൊരു ആനയുണ്ട്. മറ്റേ അതിൻ്റെ പേര് അതിൻ്റെ പേരിപ്പോൾ പറയാൻ ഞാൻ പെട്ടെന്ന് പറക്കും. അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ എന്ന് പറയും, ചക്കാലക്കുടി ബാലകൃഷ്ണൻ എന്ന് പറയും. അത് തെക്ക് ഭാഗത്ത് നിന്നിരുന്ന ആന അതിപ്പോൾ പാലക്കാട് പ്രകാശാറിൻ്റെ കയ്യിലാണ്. അവിടെ നിന്ന് വിറ്റിട്ടാണ് ഇവിടെ വന്ന് തൃശ്ശൂർക്ക് മേടിച്ചത് ഒരു ഉടമസ്ഥൻ. ആ ആനേനെ വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു ആനക്ക ഒരു മുതലാളി എന്നല്ല, മുതലാളിയുടെ നോക്കണ ഒരു മാനേജർ സ്ഥാനത്ത് നിന്നിട്ട് അങ്ങനെ നോക്കുന്ന ഒരാളാണ് അഭിലാഷേട്ടൻ. നല്ല രീതിയിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന. ഇപ്പോൾ ആളേന്ന് ജസ്റ്റ് എന്തോ മാറിയിരുന്നാണ്. പിന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അവിടെ ആനകളൊന്നുമില്ല. അപ്പൊ നമ്മൾ അവിടെയാണ് പരിചയപ്പെട്ടത്. വിഞ്ചാറിനായിട്ടാണ് നമ്മൾ ഇവിടെ ശിവനിൽ വന്നിട്ട് ഇപ്പൊ ഈ ഒരു മാസത്തെ പരിചയം കൊണ്ട് ശിവൻ എങ്ങനെയാണ് ഒരു പരിചയക്കുറവോ ഫീൽ ചെയ്തോ? അത് കുഴപ്പമില്ല, സാധുവാണ്. അത് കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് നല്ലൊരു ആന. അത് കഴിഞ്ഞാൽ എന്താ പറയാ കഴിഞ്ഞാൽ നമ്മൾക്ക് ശിവനാനെ കുറിച്ച് എന്ന് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പണിയാണെങ്കിലും പൂരാണെങ്കിലും അടിപൊളിയായിട്ട് ആന പരിപാടി എനിക്ക് തോന്നുന്നു ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തുള്ള ആനകളാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ആനപ്രേമികൾ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ഫേമസ് ആയിരിക്കും. അത്രയും പബ്ലിസിറ്റി ഈ കോട്ടയം ജില്ല അല്ലെ പത്തനംതിട്ട ജില്ലയിലുള്ള ആനകൾക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ടോ? അതെന്നു ഞാൻ നമ്മുടെ നാട്ടിൽ ഒരു ആനയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏതിലേ കൊണ്ടുപോയാലും ഫോട്ടോഗ്രാഫർമാരും കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ പോലുള്ള ആൾക്കാർ ഏത് നേരം ഉണ്ടാവും. ഇവിടെ നമ്മൾ ഒരു അമ്പലത്തിൽ കൊണ്ടുപോകാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങനെ ആരും ഇല്ല. അത് മെയിനായിട്ട് ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആനപ്രേമികളില്ല. അവര് എന്നും ചിലപ്പോൾ ആനകളെ കാണില്ല, പക്ഷെ അതിലൊരു ആന പോണ ആന അങ്ങനെ പൊക്കോട്ടെ എന്നുള്ള കരുതുന്ന ആൾക്കാരാണ്. ഈ കൊല്ലമാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും ഈ ഭാഗത്തേക്ക് എറണാകുളം സൈഡിൽ നിന്ന് ഇങ്ങോട്ട്. പക്ഷെ എറണാകുളം സൈഡിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ ഒരു ആന ഏതിലെ പോയാലും വണ്ടി നിർത്തി ആനേനെ വന്ന് നോക്കൂ, അല്ലെങ്കിൽ വണ്ടി നിർത്തി വന്നിട്ട് പറയും ചേട്ടാ ഈ ആനയുടെ പേരെന്താ, ഞാൻ ഈ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യട്ടെ ഞാൻ അങ്ങനെ അറിയും. അങ്ങനെയാണ് തൃശ്ശൂർ ഭാഗത്ത്. ഇവിടെയുള്ളവർക്ക് പേടിയായിട്ടാണോ? ഞങ്ങൾ ആനക്കാർക്ക് ഓരന്മാരൊന്നുമല്ല, വീഡിയോയില് പറഞ്ഞ പോലെ ഞങ്ങള് അതെ നമുക്ക് ഫാമിലി കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ്. പിന്നെ ഞങ്ങളടുത്ത് ആവശ്യമില്ല. അത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിസ്യൂസ് ചെയ്യാൻ നിൽക്കണ കുറെ ആൾക്കാരുണ്ട്. അത് നമ്മള് കുടുംബമായിട്ട് കാര്യങ്ങളും കഴിയുന്ന ആൾക്കാർ ഈ പണ്ടത്തെ ആനക്കാരെ കുറിച്ച് പലതും പറയുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ആനക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ കുടുംബം കഴിയാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നത്. നമ്മൾ കാലത്തോട്ട് വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഈ കാട്ടിൽ കിടക്കുന്ന ആനകളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്കും വലിയ ഫാമിലിയും കാര്യങ്ങളൊക്കെ നമ്മളെയും അതിന് ഒരു കൂടുതലുള്ള ആളായിട്ട് ഇപ്പോഴത്തെ ഒരു ഇതിലെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ആ രീതി തന്നെയാണ് കാണുന്നത്. നല്ലൊരു ഫാൻസ് ഉണ്ട്. പണ്ട് അങ്ങനെയല്ല, പണ്ട് ഇപ്പൊ ആനക്കാരൻ ഊരിക്കാരെന്ന് പറയുമ്പോൾ വേറൊരു കൺസെപ്റ്റ്. അത് നമ്മുടെ കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനിക്ക് ഭാര്യ, കൊച്ചി, അമ്മ, അച്ഛൻ കാര്യങ്ങൾ. ഞാൻ കല്യാണം കഴിച്ചത് ഇവിടുന്ന് ശാസ്താംകോട്ട ഭാഗത്താണ്. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വലുതാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും വലുതാണ്. അല്ലെങ്കിലും ഉണ്ടല്ലോ, ഇപ്പൊ സർക്കാർ ജോലിക്കാരെ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആനപ്പാപ്പന്മാരുണ്ടല്ലോ. അങ്ങനെയുണ്ട്, അങ്ങനെ ഉണ്ടാകാം എന്ന് വെച്ചാല് അങ്ങനെയല്ല ഞാൻ പറയാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നല്ലൊരു സ്റ്റാറ്റസ് ഉള്ള ഒരു ഇതായിട്ട് ആനപ്പണി വന്നിട്ടുണ്ട് അല്ലേ, പണ്ടത്തെക്കാട്ടിലും. പിന്നെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനപ്പണി എടുക്കുന്ന ആൾക്കാർ കുറവായിരുന്നു. ഇപ്പൊ എല്ലാ മറ്റേ ജാതിഭേദം അതല്ലാണ്ട് എല്ലാവരും ആനപ്പണി എടുക്കുന്ന ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ അതൊരു എന്താ പറയാ മികച്ചൊരു തൊഴിലായിട്ട് അത് വന്നിട്ടുണ്ട് അല്ലെ. അതിനങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അംഗീകരിക്കുന്ന ഒരു ഇന്ന ആനയിലെ പാപ്പാനാണെന്ന് പറയുമ്പോ തന്നെ ഒരു വെയിറ്റ് ആണ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണെങ്കിൽ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. അന്ന് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയുടെ കുറവുകൊണ്ടും ഒക്കെ ആയിരിക്കുമല്ലോ. എന്നെ പിന്നെ എല്ലാവരും ഞാൻ ഈ വളരെ ആനയ്ക്ക് ഒരു 3 കൊല്ലം അടുപ്പിച്ച് നിന്ന് വളരെ ആന എനിക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് കഴിച്ച് കൈകാര്യം ചെയ്തിരുന്നതാണ്. അപ്പൊ അത് തന്നെ വളരെ എസ് ഐ എന്നൊക്കെ അങ്ങനെ വിളിക്കും. ഓ വളരെ എസ് ഐ, അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. വിളിക്കും എല്ലാവരും. ഞാൻ അങ്ങനെ അതെന്താണ് അതിനെ ചട്ടം പഠിപ്പിച്ചോണ്ടോ? അതുകൊണ്ടല്ല, വളരെ എനിക്ക് അത്യാവശ്യം പരിപാടികളും കാര്യങ്ങളും നമ്മൾ എടുത്തിരുന്നു. പിന്നെ അത്യാവശ്യം വളരെ ആന നമ്മുടെ കയ്യിൽ നല്ലൊരു ആന പോലെ സെറ്റായിട്ട് ഇരുന്നൊരു ആനയാണ്. എൻ്റെ ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈപ്പിൻ ഷാജി, മുരിയാട് ബിജു, അതുപോലെ തന്നെ രാജേഷ് പറയും, കോടത്തുമുട്ടി എന്നൊക്കെ പറയും. അങ്ങനെ അത്യാവശ്യം നല്ല നല്ല വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കാർ വലിയ ആൾക്കാരൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ അല്ല ഒരു ആനക്കാർ തന്നെ. അത് ഇതിപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഒരു ചെറിയ ചെക്കൻ വന്നിട്ട് ആനകളുടെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു കൊല്ലങ്ങളായിട്ട് നിൽക്കുന്ന ആനക്കാർ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഇന്നലെ വന്ന ആനക്കാരും ചെയ്യും. ചിലപ്പോൾ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ ഒരാന അയച്ച് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ആ ആന ഇന്നലെ വന്നവൻ ചിലപ്പോൾ അയച്ചിട്ട് പോകും. ഈ ആനപ്പണിയിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അന്നാന്ന് ആന തറിയുന്ന അഴിക്കുന്നു, അന്നാന്ന് കൊണ്ട് കെട്ടുന്നു. അതേപോലെ അന്നാന്ന് ആന അവിടെ നിന്ന് അയക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ കൊണ്ട് കെട്ടുന്നു. അപ്പോഴാണ് ആനക്കാരനാവുള്ളൂ. അല്ലാണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആനക്കാരനല്ല. അത് അന്നാന്ന് ആനേനെ തറിയുന്ന അയച്ച് അന്നാന്ന് ആനയുടെ കാര്യങ്ങൾ നടത്തി കൊണ്ട് കെട്ടി കഴിഞ്ഞാലാണ് ആനക്കാരനാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ മറ്റുള്ള കുറേ ആൾക്കാർ പറഞ്ഞേക്കാം വലിയ ആനക്കാർ, അവർ മറ്റേ വലിയ ആനക്കാരാണ്, ചെറിയ ആനക്കാർ, അങ്ങനെയൊന്നുമില്ല. ഇത് ദൈവം സഹായിച്ച് മുകളിലിരിക്കണം വിചാരിക്കണം, നമ്മുടെ കൂടെ വരണോ വേണ്ടോ എന്നുള്ളത്. രാവിലെ കെട്ടാൻ പറ്റുമോ എന്നുള്ളത് ദൈവം തീരുമാനിക്കണം. അല്ലാണ്ട് നമ്മള് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത് നമ്മളെ ദൈവം നമുക്ക് ഒരു ഇത് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ അവര് വിചാരിക്കണം നമ്മളെ അത് കാലത്ത് അയച്ച് കൊണ്ടുവന്ന ആന വൈകുന്നേരം ആകുമ്പോൾ ആ തറയിൽ കൊണ്ട് കെട്ടുമ്പോഴാണ് ആനക്കാരനാവുള്ളൂ. അല്ലാണ്ട് നമ്മളിതിപ്പോ പല ആൾക്കാരും പലതും പറയുന്നത് കഴിഞ്ഞാൽ അവര് മറ്റേ ഫേമസ് ആനക്കാരനാ, മറ്റേ ആനക്കാരനാ, അതിലൊന്നും ഒരു യാതൊരു കഥയില്ല. അത് ഇന്നലെ വന്നവനാവും ചിലപ്പോ നമ്മളെക്കാളും നന്നായിട്ട് ആനകളെ കൊണ്ടുപോകാം. ഇപ്പൊ കുറെ പിള്ളേർ അല്ലെങ്കിൽ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ ആനപ്പണിയിലേക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പൊ അവരൊക്കെ എന്തെങ്കിലും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ തോന്നുന്നുണ്ടോ? അത് എന്താണെന്നുണ്ടെങ്കിൽ പുതിയ പിള്ളേർ സെറ്റുകൾ വരുന്നുണ്ട്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ദൂഷ്യങ്ങളൊന്നും ഇല്ല എന്ന് പറയും. പക്ഷേ ആൾക്കാർ കാണുന്ന പോലെ ദൂഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല. പല പല ദൂഷ്യങ്ങളുണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത്. പിന്നെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾക്ക് അവർ പറയും ചേട്ടാ എനിക്ക് അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ആ നടവഴി കാരണം, ഈ നടവഴി കാരണം. അവർക്ക് ഇന്നത്തെ കാലത്ത് ആനയുള്ളൂ. അത് ഈ മാനേജ്മെൻ്റ് ആണ് ഇങ്ങനത്തെ പിള്ളേർ സെറ്റുകൾക്ക് ആന കൊടുക്കുന്നത്. ഈ മാനേജ്മെൻറ്റ് പിള്ളേർ സെറ്റുകൾക്ക് ആന കൊടുത്തിട്ട് അവർ പറയണം എൻ്റെ വീട്ടിലേക്ക് ഇന്ന് കൊണ്ടുവരണം. അത് നമ്മൾ വേറൊരു ആനക്കാരൻ പറയാണ്, ഇപ്പോൾ പിള്ളേർ സെറ്റ് അല്ലാണ്ട് വേറെ ആനക്കാരൻ ആനയ്ക്ക് വെച്ചു. അവർ പറയണ ചേട്ടാ ഇന്ന് വരാൻ പറ്റില്ല. എന്നാൽ നാളെ അവർ പണിയില്ല. അത് അന്ന് മറ്റന്നാൾ വേറെ പിള്ളേരെ വന്നിട്ട് ആന വെച്ചിട്ട് അവരുടെ പോകും. ഇപ്പോൾ ആനകളെ ഇപ്പോൾ നല്ല നല്ല ആനകളൊക്കെ ഇപ്പോൾ ചെരിഞ്ഞു പോണ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പിള്ളേർ സെറ്റുകൾക്ക് ഈ മാനേജ്മെൻറ്റായി ആൾക്കാർ ഈ ആനകളെ കൊടുത്തിട്ടാണ് ഈ ആനകളൊക്കെ ചെരിഞ്ഞു പോണത്. ആനകളെ കുറിച്ചൊന്നും അറിയില്ല. ആനയ്ക്കൊരു നോവ് വന്നു കഴിഞ്ഞാൽ അതിന് മരുന്നുണ്ടാക്കി കൊടുക്കാൻ അറിയില്ല. ആനകൾക്ക് ഒരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുറിവ് ഉണക്കാനുള്ള മരുന്നുണ്ടാക്കാൻ അറിയില്ല. അത് ഇന്നത്തെ കാലത്ത് ഒരു പച്ചമരുന്ന് കാര്യങ്ങൾ ഒരു ആനയ്ക്ക് ഒരു മുറിവായി ഒരു 7 കൂട്ട് മരുന്ന് കൂട്ടിയിട്ട് ഒരു പച്ചമരുന്ന് വയ്ക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പിള്ളേർ മുകളിലേക്ക് നോക്കി നിൽക്കും. അല്ലെങ്കിൽ ആനകൾക്ക് വയറ്റിന് നോവ് അടിച്ചു, അല്ലെങ്കിൽ ആന കാലത്ത് വന്നിട്ട് എന്താണ് ആനയുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവർ പാവം പിടിച്ച ആനയാന്ന് എഴുതിയിട്ട് കാലത്ത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ?
ആ മരത്തുനിന്നും നടയാമെന്ന് ആന അയച്ചു വിട്ടിട്ട് അങ്ങോട്ട് നീക്കിയെടുത്തു. അതല്ല ആനപ്പണി. ആനകൾക്ക് ഓരോ ചിട്ടവട്ടങ്ങളുണ്ട്. കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആനകൾ ഇരണ്ടട്ടോ അല്ലെങ്കിൽ ആനകൾ കിടന്നുറങ്ങിയോ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി ആനകളുടെ ലക്ഷണം നോക്കി കാര്യങ്ങൾ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആനേനെ ഒന്ന് പൊടിക്കിരുത്തി പൊടി തട്ടി ഏനിപ്പിച്ച് ആന അങ്ങോട്ട് കയറ്റി നിർത്തി. ഇവർ കാലത്ത് 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വന്ന് ആനയുടെ നടയാമെന്ന് മരത്തിന് അയച്ചു. പശുവിനെ കെട്ടണ പോലെ അപ്പുറത്തേക്ക് മാറ്റി കെട്ടി. അവിടുന്ന് ആനയ്ക്ക് എന്തെങ്കിലും അവലുണ്ടെങ്കിൽ അത് വാരി കൊടുത്തു. പിറ്റേന്ന് അവല് കഴിഞ്ഞ് തിന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അവിടെ വന്ന് കഴുകി. അതല്ല, ആനകളെ കാലത്ത് വന്ന് പൊടിക്കിരുത്തി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കഴുകിയിട്ട് വേണം ആനകൾക്ക് തിന്നാൻ കൊടുക്കാൻ. നമ്മൾ കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കുന്നേക്കാളും മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ആഹാരം കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല. നമ്മൾ ശരീരത്തിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ ആനകളെ കാലത്ത് വന്ന് വെള്ളം കൊടുത്ത് കുളിപ്പിച്ച് നിർത്തിയിട്ട് വേണം ഭക്ഷണം കൊടുക്കാൻ. അപ്പോഴേ ആനകളെ ശരീരത്തിൽ പിടിക്കുള്ളൂ. ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഇത് കാലത്ത് ഈ പശുവിനെ കഴിക്കുന്ന പോലെ അയച്ചു വിട്ടിട്ട് കാര്യങ്ങൾ ചെയ്ത് അവരുടെ ഇഷ്ടത്തിൽ പോയി ആ ഒരു ഉച്ചയാകുമ്പോൾ 3 മണിയാകുമ്പോഴേക്കും ആന പിടിച്ച് കെട്ടി വീട്ടിൽ പോയി പണി കഴിഞ്ഞു അവരെ. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആനകൾ ഇത് കണ്ട ഈ സാധനം കണ്ട ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരി പിടിച്ചിട്ടുള്ള തയമ്പ. ആശാന്മാരെ ആന കൊണ്ടുവന്ന് ഇറക്കി കിടത്തി തരും കഴുകോളം ചകിരി ചെത്തിയിട്ട്. ഇന്നത്തെ കാലത്ത് ചകിരി ഉണ്ട് ചെത്ത ബ്രഷിലല്ല എല്ലാ കാര്യങ്ങളും. ഈ ചകിരി ചെത്തി രണ്ട് കൈയിന്റെയും തയമ്പ് ഉള്ളിൽ കനുള്ളത് കൊണ്ട് ചകിരി പിടിച്ച് ചെത്തി കഴുകി കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതില്ല ഇന്നത്തെ കാലത്ത്. ഒരു പനയുടെ പട്ടാൻ പോലും അറിയില്ല ചില ആൾക്കാർക്ക്. നമുക്ക് അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതി ആ രീതി നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ ആനകൾ കുറച്ചുകൂടെ ആയുസ് ഉണ്ടാവും അല്ലേ? ആയുസ് ഉണ്ടാവുമെന്നാ. ഇതിപ്പോ സീസണിൽ ഒരു 10 പേരെങ്കിലും മാറി കയറും. അപ്പോൾ ആനകളുടെ എത്ര ആയുസ് കുറയും അവിടെ. അപ്പൊ അങ്ങനത്തെ ആനപ്പണിയാണ്. തെറ്റുപൊളിയാ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടം. ഇവിടെ പാറുക്കുട്ടിയുടെ അതായത് മഹാലക്ഷ്മി പാർവതിയുടെ ചട്ടക്കാരനാണ് സനോജ്. എത്ര നാളായി ആന നിൽക്കാൻ തുടങ്ങിയിട്ട്? 2 വർഷത്തോളമായി. അപ്പം എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതെ. ആരാണ് ആശാൻ? ആരായിരുന്നു? ആശാന്റെ മാമൻ തന്നെ. പേരെന്താ? ബിജു എന്നാ പേര്. ഏത് ആനയിലും? ആള് പണ്ടോട്ടെ പാരമ്പര്യമായിട്ടുള്ള തൊഴിലാ. അതെ. ഇപ്പൊ ആശാൻ ആനയിൽ ഏത് ആനയിലാണ്? ഇപ്പൊ ഇല്ല. ഇല്ല. ആശാനാണ് പഠിപ്പിച്ചത്. മാമനാണ്, കുടുംബക്കാരായിട്ട് ആനക്കാരാണ്. സ്ഥലം എവിടെയാണ്? കുളത്തൂപ്പുഴ. കൊല്ലംകാരനാണ്. ശരി. കാടൊക്കെ ഉള്ളത് കൊണ്ടാണോ ആനയോട് ഒരു പ്രേമം? അല്ല, ജനിച്ചപ്പോ തൊട്ട് വീട്ടിലൊക്കെ ആനകളെ കാണാറുണ്ട്. പിന്നെ മാമൻ്റെ കൂടെ ഒക്കെ പോയി. ആദ്യം ഏത് ആനയിലാണ് കയറിയത്? ആദ്യം മാമൻ്റെ കൂടെ പാലോടുള്ള ഒരു ആനക്കായിരുന്നു. പാലോട് ഉള്ളൊരു പിടിയാനക്കായിരുന്നു. ഓ ശരി. അത് കഴിഞ്ഞ് പിള്ളേരുടെ കൂടെ ഇങ്ങനെ കറക്കവും ഇതൊക്കെ പിന്നെ പഠിക്കാനൊന്നും പോവുകയല്ലേ. 10ലൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ക്ലാസ്സിനൊന്നും പോകത്തില്ല. പിന്നെ ഇതിന്റെ പുറകിലങ്ങായി. വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നോ? എതിർപ്പായിരുന്നു. അമ്മയ്ക്കും എല്ലാവർക്കും എതിർപ്പായിരുന്നു. ഇപ്പോഴും എതിർപ്പുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവര് മിണ്ടാതെ നിൽക്കുന്നു. ഓ അല്ല, നമ്മുടെ ഇഷ്ടമാണല്ലോ. അതെ അതെ. പാർവതി വരുന്നതിന് മുന്നേ ഏതാനയിലായിരുന്നു? പാർവതിക്ക് വരുന്നതിന് മുമ്പേ ഞാൻ കുറച്ചാളെ ആനക്കൊന്നും ഇല്ലായിരുന്നു. അതിന് മുമ്പ് ഞാൻ സ്കന്ദൻ ആനക്കായിരുന്നു. ഹരിപ്പാട് സ്കന്ദൻ. ഓ, ഹരിപ്പാട് സ്കന്ദൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും വൈറലായിട്ട് നിൽക്കുന്ന ഒരു ആനയാണ്. കാര്യം ആനയും ചട്ടക്കാരനില്ലാത്തതുകൊണ്ട്. ആ ഒരു സമയത്ത് ആരുടെ കൂടെ ആയിരുന്നു നിന്നിരുന്നത്? മണികണ്ഠൻ ചേട്ടനോട്. മണികണ്ഠൻ ചേട്ടൻ്റെ കൊടുത്ത്. മണികണ്ഠൻ ചേട്ടൻ ഒന്നാമനായിട്ടും? അല്ല, മണികണ്ഠൻ ചേട്ടന് രണ്ടാമനായിരുന്നു. പ്രദീപ് എന്ന് പറയുന്ന ഒരു ചേട്ടനായിരുന്നു ഒന്നാമനായിട്ട്. ആ ഒരു സമയത്ത് നിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ സ്കന്ദനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്കന്ദൻ പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയും ചതിക്കുന്ന ആനയാണ് അങ്ങനെയൊക്കെ. അങ്ങനെയാണോ സ്കന്ദൻ? ചതിക്കുന്നതെന്ന് വെച്ചാൽ ആനകളല്ലേ, അതിൻ്റെതായ സ്വഭാവങ്ങളെല്ലാം. നിങ്ങൾ നിന്നപ്പോൾ എങ്ങനെയായിരുന്നു അനുഭവം? എങ്ങനെയായിരുന്നു? ഞാൻ നിന്നപ്പോഴത്തേക്ക് ഞാൻ 2 മാസം ആന അവരെ അഴിച്ചിറക്കി നിന്നോളൂ ഞാൻ കൂടെ. അത് കഴിഞ്ഞ് നീരിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് അവിടെ നിന്ന് പോയി. ആ ഒരു നിന്ന സമയത്തൊക്കെ സ്കന്ദനുമായിട്ട് എങ്ങനെയായിരുന്നു? മനസ്സിലാകുമായിരുന്നോ അതോ ആള്? മനസ്സിലാവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അടുത്തോട്ട് പോകുന്നില്ല? നമുക്ക് അടുത്തോട്ടൊന്നും പോകാൻ. അവര് നിന്നപ്പോ 1ഉം 2ഉം ചട്ടക്കാരൻ നിൽക്കുമ്പോ അവരോടൊക്കെ നല്ല രീതിയായിരുന്നു ആനയ്ക്ക്. പിന്നെ അതിൻ്റെതായ സ്വഭാവ മാറ്റങ്ങളും ആനകൾക്കും ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ആ രീതിയിൽ അതിന് വരുതിയിലാക്കണമായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് സ്കന്ദനിൽ നിന്നിട്ടാണോ പിന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വന്നത്? പാറക്കുട്ടി എന്ന് പറയുമ്പോ എങ്ങനെയാണ്? പാറക്കുട്ടിയെ കുറിച്ച് പറഞ്ഞ? പാറക്കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒറ്റയ്ക്കായാലും എല്ലാ കാര്യങ്ങളും ചെയ്യാം. പരിപാടിയായാലും എന്തായാലും പണിയായാലും എന്താ കാര്യങ്ങളായാലും നമുക്ക് ചെയ്യാം. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് അല്ലറ ചില്ലറ പിണക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കുറച്ചു നേരം നിൽക്കും. നമ്മൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും, കൂടെ വരും. പിന്നെ ഈ രാവിലെ തണുപ്പത്തെ കഴിവാൻ ഇറക്കുമ്പോഴത്തേക്കുള്ള മടിയൊക്കെ ഉള്ളു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പമ്പയാറ്റിലാണ് എന്നും കഴിക്കുക? അന്ന് നാട്ടിൽ തന്നെ കഴുകുന്നത്. അതിനൊക്കെ തണുപ്പത്തൊക്കെ ഇറക്കുമ്പോൾ ഒരു മടി അല്ലേ? ഇരിക്കാനൊക്കെ ചെറിയൊരു മടിയാണ്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. കൈകാര്യം ചെയ്യാനൊക്കെ നല്ല നമ്മുടെ കൂടെ വന്നോളും. നമ്മളൊന്നും ചെയ്യുന്നു വേണ്ട. ഇപ്പൊ കണ്ടു നിങ്ങൾ തൊട്ടിയൊന്നും വേണ്ട, ആളവിടെ നിൽക്കുന്നു, വിളിക്കുമ്പോ വരുന്നു. നമ്മള് ഇത്ര നാളായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്തൊരു ബന്ധമുണ്ടാണ് എനിക്ക്. അറിയാം. പിന്നെ നമ്മളങ്ങനെ ഒന്നും ചെയ്യാനോ ഒന്നിനും നമ്മളെ മെനക്കെടുത്തത്തില്ല. അതാണ് പ്രത്യേകത.
അപ്പോൾ എല്ലാവർക്കും ശിവൻ്റെയും പാർവതിയുടെയും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി നമ്മൾ ശിവൻ്റെയും പാർവതിയുടെയും വീഡിയോ 3 വർഷത്തിന് മുന്നേ ചെയ്ത അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങളൊന്നും പറയാതെ അവരുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.